വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് 6th സെമ്മിലെ മൊഡ്യൂൾ ഫസ്റ്റ് ഫിലിം സ്റ്റഡീസിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ദ സിനിമ എന്ന ഒരു പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ദ ബർത്ത് ഓഫ് സിനിമ, ദ സൈലൻറ്റ് പീരിയഡ്, ദ ക്ലാസിക്കൽ പീരിയഡ്, എവല്യൂഷൻ ഓഫ് സൗണ്ട് സിനിമ, ദ പോസ്റ്റ് വാർ പീരിയഡ്, ദ ട്രാൻസിഷണൽ പീരിയഡ്, ദ കണ്ടംപററി പീരിയഡ്, സ്റ്റുഡിയോ സിസ്റ്റം, സ്റ്റാർ സിസ്റ്റം ആൻഡ് ഫാൻ സ്റ്റഡീസ്, ഹിസ്റ്ററി ഓഫ് എക്സിബിഷൻ ഫ്രം തിയേറ്റേഴ്സ് ടു നെറ്റ്ഫ്ലിക്സ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് ദ ബർത്ത് ഓഫ് സിനിമ. ബർത്ത് ഓഫ് സിനിമ ഉള്ളത് പലപ്പോഴും മാർക്കഡ് ബൈ ദ ലൂമിയർ ബ്രദേഴ്സ് പബ്ലിക് സ്ക്രീനിങ് ഇൻ പാരീസ് ഓൺ ഡിസംബറിൽ പാരീസിൽ പബ്ലിക് സ്ക്രീനിങ്, ലൂമിയസ് ബ്രദേഴ്സിൻ്റെ പബ്ലിക് സ്ക്രീനിങ്ങിലൂടെയാണ് ഈ ഒരു ബർത്ത് ഓഫ് സിനിമ മാർക്കഡ് ചെയ്യുന്നുള്ളത്. 1895 ഈ ഒരു പബ്ലിക് സ്ക്രീനിങ് എന്നുള്ളത് സ്ക്രീനിങ്ങിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. ദ ഇൻവെൻഷൻ ഓഫ് ദ സിനിമാറ്റോഗ്രാഫിൻ്റെ ഇൻവെൻഷൻ എന്നുള്ളത്, അതുപോലെ തന്നെ എ ഡിവൈസ് ദാറ്റ് സെർവ്ഡ് ആസ് ക്യാമറ, ഡിവൈസ് സെർവ് ചെയ്തിട്ടുണ്ട്, ക്യാമറ, പ്രൊജക്ടർ, അതുപോലെ തന്നെ ഫിലിം പ്രിൻ്റർ, ഷോക്കേസിങ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫിലിംസ് ടു എ പേയിങ് ഓഡിയൻസ്. ഈ ഒരു ഫിലിം എന്നുള്ളത് ഷോക്കേസിങ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫിലിംസ് ടു എ പേയിങ് ഓഡിയൻസ്. ഇനി ബർത്ത് ഓഫ് സിനിമേനെ പറ്റിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് ആൻഡ് ലൂയിസ് ലൂമിയർ ഫ്രഞ്ച് ഇൻവെൻറ്റേഴ്സാണ്. ഇവരാണ് ഈ ഒരു സിനിമാറ്റോഗ്രാഫ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എ റെവല്യൂഷണറി ഡിവൈസ് ദാറ്റ് കോമ്പിൻഡ് ക്യാമറ, പ്രൊജക്ടർ, ഫിലിം പ്രിൻ്റർ, ഇതൊക്കെ ഈ ഒരു ഡിവൈസൊക്കെ റെവല്യൂഷണറി ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൂമിയർ ബ്രദേഴ്സാണ്. ഇനി ഫസ്റ്റ് പബ്ലിക് സ്ക്രീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1895 ഡിസംബർ 28 ഈ ഒരു പബ്ലിക് സ്ക്രീനിങ് ലൂമിയർ ബ്രദേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. ദർ ഷോർട്ട് ഫിലിംസ് ടു എ പേയിങ് ഓഡിയൻസ് അറ്റ് ദ സാലോൺ ഇന്ത്യൻ ഡു ഗ്രാൻഡ് കഫേ ഇൻ പാരീസ്, മാർക്കിംഗ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പബ്ലിക് സ്ക്രീനിങ് ഓഫ് ഫിലിമിൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പബ്ലിക് സ്ക്രീനിങ് ഇതായിരുന്നു. ഈ ഒരു ഇനീഷ്യൽ ഫിലിംസ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. ആക്ച്വലി ഈ ഒരു ഫിലിമൊക്കെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത് എവറിഡേ സീൻസ് ആയിട്ടുള്ള വർക്കേഴ്സ് ലീവിങ് ദ ലൂമിയർ ഫാക്ടറിയിൽ നിന്നും വർക്കേഴ്സ് ലീവ് ചെയ്യുന്ന കാര്യവും, അതുപോലെ തന്നെ ദ അറൈവൽ ഓഫ് എ ട്രെയിൻ അറ്റ് ദ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള എവറിഡേ സീൻസ് ആയിരുന്നു ആ ഒരു ഫിലിമിലൊക്കെ ഡെപ്പിക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രി, ഈ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത്, ഈ ഒരു ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഫൗണ്ടേഷനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ലൂമിയർ ബ്രദേഴ്സിൻ്റെ പബ്ലിക് സ്ക്രീനിങ്ങിലൂടെയും അതുപോലെ തന്നെ ഇൻവെൻഷൻസിലൂടെയൊക്കെയാണ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. ലൂമിയർ ബ്രദേഴ്സിന് മുമ്പ് എഡ്വേർഡ് മേബ്രിഡ്ജ് എന്ന് പറയുന്നുള്ള ഒരു വ്യക്തി 1878 സീക്വൻഷ്യൽ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് മൂവിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏർലി ഫിലിം സ്റ്റുഡിയോസ്, ഓൾഡസ്റ്റ് ഫിലിം സ്റ്റുഡിയോ എവർ ഫൗണ്ടഡ് ലിയോൺ ഗവൺമെൻറ് എന്നുള്ളതാണ് ഓൾഡസ്റ്റ് ഫിലിം സ്റ്റുഡിയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം എന്നുള്ളത് രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമയായിരുന്നു. അത് 1913 ആ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിമാണ് രാജാ ഹരിശ്ചന്ദ്ര എന്നുള്ള ആ ഒരു മൂവി. അത് റിലീസ് ചെയ്തിട്ടുള്ളത് ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് പറയുന്ന ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ദ സൈലൻറ്റ് ഫിലിം ഇറ എന്നുള്ളത് 1890 അതുപോലെ തന്നെ 1920 ആ ഒരു സമയങ്ങളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു സിനിമയാണ് ദ സൈലൻറ്റ് ഫിലിം ഇറ എന്നുള്ളത്. ഈ ഒരു പീരീഡ് എന്നുള്ളത് വാസ് എ ക്രൂഷ്യൽ പീരീഡ് ഇൻ ഫിലിം ഹിസ്റ്ററിയിൽ തന്നെ ഒരു ക്രൂഷ്യൽ പീരീഡ് ആയിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് മാത്രമായിരിക്കും, സൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൂഷ്യൽ പീരീഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സൗണ്ട് വരുന്നതിന് മുമ്പ് സിനിമ ഹിസ്റ്ററിയിലുണ്ടായിരുന്ന പീരീഡായിരുന്നു ഈ ഒരു ദ സൈലൻറ്റ് ഫിലിം ഇറ എന്നുള്ളത്. 1890 ഈ ഒരു മോഷൻ പിക്ചേഴ്സ് എന്നുള്ളത് പോപ്പുലർ കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. പക്ഷേ 1920 ആകുമ്പോൾ സൗണ്ട് ടെക്നോളജിയൊക്കെ ഡെവലപ്ഡായി. സൈലൻറ്റ് ഫിലിംസ് റിലേഡ് ആയിട്ടുള്ളത്
ഹെവിലി ഓൺ വിഷ്വൽ ക്യൂസ്, വിഷ്വലായിട്ടുള്ള സൂചനകൾ, അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ആക്ടിങ്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സെറ്റ് ഡിസൈൻ, എന്തിനു വെച്ചാൽ ടു കൺവേ നറേറ്റീവ്സ് ആൻഡ് ഇമോഷൻസ്. ഈ ഒരു ഇറയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഷൂട്ടിംഗ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ടെക്നോളജീസൊക്കെ എഡിറ്റിംഗ് ടെക്നിക്സൊക്കെ ഡെവലപ്ഡ് ആവുന്നത് നമുക്ക് ഈ ഒരു ഇറയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സൈലൻ്റ് ഇറയിൽ റൈസ് ഓഫ് ഐക്കോണിക് ആക്ടേഴ്സ് ആയിട്ടുള്ള ചാർലി ചാപ്ലിൻ, ബസ്റ്റർ കീറ്റൻ്റെ ഒക്കെ ആ ഒരു റൈസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈലൻറ്റ് ഫിലിം ഡയറക്ടേഴ്സ് ലീഡ് ചെയ്തിട്ടുള്ളത് വിഷണറി ആർട്ടിസ്റ്റ് ആയിട്ടാണ്. മെനി ക്ലാസിക് ഫിലിം ജോണേഴ്സ് ഇൻക്ലൂഡിങ് ഹൊറർ, സയൻസ് ഫിക്ഷൻ, വെസ്റ്റേൺസ്, ഹിസ്റ്റോറിക്കൽ എപ്പിക്സ്, സ്ലാപ്സ്റ്റിക് കോമഡീസ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത് സൈലൻ്റ് ഇറയിലാണ്. സൈലൻറ്റ് ഫിലിംസ് ലാംഗ്വേജ് ബാരിയേഴ്സ് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള പീപ്പിളിനെ ബ്രിങ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സമയത്തുള്ള സൊസൈറ്റൽ ഇഷ്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിലിം സ്റ്റഡീസിൽ ക്ലാസിക്കൽ പീരീഡ് എന്നുള്ളത് ഡോമിനൻ്റ് നറേറ്റീവ്, അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റൈൽ ഓഫ് അമേരിക്കൻ സിനിമയാണ്. ഈ ഒരു സമയം എന്നുള്ളത് 1930 മുതൽ 1960 വരെയാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലിയർ സ്റ്റോറി ടെല്ലിംഗ്, സ്ട്രോങ് കാഷ്വാലിറ്റി ആൻഡ് എ ഫോക്കസ് ഓൺ ക്യാരക്ടർ ഡ്രൈവൻ നറേറ്റീവ്സ്. ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിംസ് എന്നുള്ളത് ടൈപ്പിക്കലി ഫ്യൂച്ചർ എ ക്ലിയർ ബിഗിനിങ്, മിഡിൽ ആൻഡ് ദ എൻഡ് വിത്ത് എ സ്ട്രോങ് സെൻസ് ഓഫ് കാഷ്വാലിറ്റി. ഈ ഒരു ഫോക്കസ് എന്നുള്ളത് പലപ്പോഴും ക്യാരക്ടേഴ്സ് ആൻഡ് ദർ ജേർണീസ് വിത്ത് സ്റ്റോറീസ് സെൻറ്റേർഡ് അറൗണ്ട് ദർ മോട്ടിവേഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിംസ് അറിയപ്പെടുന്നത് അതിൻ്റെ ആ ഒരു യൂസ് വിഷ്വൽ സ്റ്റൈലിലൂടെയാണ്. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സ്മൂത്തും അതുപോലെ തന്നെ ലോജിക്കൽ ഫ്ലോ ഓഫ് ആക്ഷൻ ആൻഡ് ടൈം ത്രോ ടെക്നിക്സ് ലൈക്ക് മാച്ചിങ് കട്ട്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്സ്. മാച്ചിങ് കട്ട്സിലൂടെയും എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്സിലൂടെയും ഈ ടെക്നിക്സിലൂടെ ആ ഒരു ആക്ഷൻ്റെ ലോജിക്കൽ ഫ്ലോവും സ്മൂത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്നുള്ളത്. പിന്നെ ക്ലാസിക്കൽ മിസൻസി എന്നുള്ളത് ഇതെന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിനെയും ആക്ഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളത് ബ്ലോക്കിങ്ങിനും അതുപോലെ തന്നെ ക്യാമറ ആംഗിൾസ് ടു ഗൈഡ് ദ ഓഡിയൻസ് അറ്റൻഷന് വേണ്ടിയിട്ടുള്ള ക്യാമറ ആംഗിൾസും ബ്ലോക്കിങ്ങും ഒക്കെ യൂസ് ചെയ്യുകയാണ് ഈ ഒരു ക്ലാസിക്കൽ മിസൻസി എന്നുള്ളത് പലപ്പോഴും ചെയ്യുന്നുള്ളത്. ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിംസ് പലപ്പോഴും മുറുകെ പിടിക്കുന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ഗാന കൺവെൻഷൻസ് ലൈക്ക് ദ വെസ്റ്റേൺ, ദ മ്യൂസിക്കൽ, ദ ക്രൈം ഫിലിം ഓർ ദ റൊമാൻറ്റിക് കോമഡി. ഇതൊക്കെയാണ് ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിംസ് പലപ്പോഴും അഡർ ചെയ്യുന്നുള്ളത്, മുറുകെ പിടിക്കുന്നുള്ളത്. ഈ ഒരു പീരീഡിൽ തന്നെ സ്റ്റുഡിയോ സിസ്റ്റം റൈസ് ചെയ്തിട്ടുണ്ട്. മേജർ സ്റ്റുഡിയോസ്, അധിക സ്റ്റുഡിയോസും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷൻ ഓഫ് ഫിലിംസ്, അതുപോലെ തന്നെ ലീഡിങ് ടു എ സർട്ടൻ ലെവൽ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഫിലിം മേക്കിംഗ്. 1920 സൗണ്ട് വന്നതോട് കൂടിയിട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് ഫിലിം മേക്കിൽ അതൊരു ഇമ്പാക്റ്റാണ് നൽകിയിട്ടുള്ളത്. വിത്ത് ദ ക്ലാസിക്കൽ പീരീഡ് ബീയിങ് മാർക്ക്ഡ് ബൈ ദ എമർജൻസ് ഓഫ് സൗണ്ട് ഡിസൈൻ. ഈ ഒരു ക്ലാസിക് പീരീഡിൻ്റെ ആ ഒരു സംഭവം എന്നുള്ളത് എമർജൻസ് ഓഫ് സൗണ്ട് ഡിസൈനാണ്. അതുപോലെ തന്നെ ഡയലോഗ് ആസ് കീ എലമെൻറ്റ്സ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു കീ എലമെൻ്റ് ആയിട്ടാണ് ഈ ഡയലോഗിനെയൊക്കെ പറയുന്നുള്ളത്. ക്ലാസിക്കൽ പീരീഡ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ് ആയിട്ടാണ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ഗ്രേറ്റ് ആർട്ടിസ്റ്റിക് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സക്സസ് ഫോർ ദ അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടും അതുപോലെ തന്നെ ഗ്രേറ്റ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പീരീഡ് കൂടിയാണ് ഈ ഒരു പീരീഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏജിനെ ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ് എന്ന് പറയുന്നുള്ളത്. ക്ലാസിക്കൽ പീരീഡ് ഇവഞ്ച്വലി ഗേവ് വേ ടു ന്യൂ ഹോളിവുഡ്. ദ ഇവല്യൂഷൻ ഓഫ് സൗണ്ട് സിനിമയുടെ ഇവല്യൂഷൻ എന്നുള്ളത് ഫ്രം ദ സൈലൻറ്റ് ഇറ ടു ദ ടോക്കീസ്. സൈലൻറ്റ് ഇറയിൽ നിന്നും ടോക്കീസിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും അതുപോലെ തന്നെ കൾച്ചറൽ ഷിഫ്റ്റൊക്കെ ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ 1927 ദ ജാസ് സിംഗർ എന്ന സിഗ്നറൈസർ സൗണ്ട് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. 1920 എമർജൻസ് ഓഫ് ടോക്കീസ് നമുക്ക് കാണാൻ പറ്റും. ഓർ ഫിലിംസ് വിത്ത് സിഗ്നറൈസ്ഡ് ഡയലോഗ് മാർക്കിംഗ് എ പൈവറ്റൽ മൊമെൻ്റ് ഇൻ ഫിലിം ഹിസ്റ്ററിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മൊമെൻ്റാണ് ഈ ഒരു സൗണ്ട് ഇവല്യൂഷൻ എന്നുള്ളത്. ദ ജാസ് സിംഗർ എന്നുള്ളത് റിലീസായിട്ടുള്ളത് 1927 ഈ ഒരു ഫിലിം എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് ഫസ്റ്റ് മേജർ ഫീച്ചർ ഫിലിമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത് വിത്ത് സിഗ്നറൈസ്ഡ് സൗണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റഡ് സൗണ്ട് സീക്വൻസേ ഉള്ളൂ.
ഇൻട്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഡിമാൻഡ് ചെയ്യുന്നുള്ളത് റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. സൗണ്ട് റെക്കോർഡിങ്ങിലും റിപ്രൊഡക്ഷനിലൊക്കെ റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നുള്ളത്. ഇൻക്ലൂഡിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോഫോൺസ് ആൻഡ് സൗണ്ട് ഓൺ ഡിസ്ക് ടെക്നോളജി ലൈക്ക് വിറ്റാപ്പോൺ. ഈ ഒരു സൗണ്ടിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു ചലഞ്ചാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സൈലൻറ്റ് ഫിലിം തിയേറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ ഈ ഒരു ന്യൂ ഫോർമാറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു കാരണത്താൽ ഈ ഒരു സൗണ്ട് ഇറ എന്നുള്ളത് ഒരു ചലഞ്ചായിട്ടാണ് മാറിയിട്ടുള്ളത്. പോസ്റ്റ് വാർ പീരീഡ് ഇൻ ഫിലിം സ്റ്റഡീസ് എന്നുള്ളത് വേൾഡ് വാർ സെക്കൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് ആയിരുന്നു ഈ ഒരു പോസ്റ്റ് വാർ പീരീഡ് എന്നുള്ളത്. ക്യാരക്ടറൈസ്ഡ് ബൈ ന്യൂ നറേറ്റീവ് സ്റ്റൈൽസ്, തീമറ്റിക് എക്സ്പ്ലോറേഷൻസ് ആൻഡ് എ റൈസ് ഓഫ് റിയലിസം. ഫോക്കസ് ചെയ്യുന്നുള്ളത് കോൺസിക്വൻസസ് ഓഫ് വാർ, സൊസൈറ്റൽ ചേഞ്ചസ്, അതുപോലെ തന്നെ പാവിങ് ദ വേ ഫോർ ഓട്ടോർ തിയറി. ഷിഫ്റ്റ് ഇൻ നെറേറ്റീവ് ആൻഡ് തീംസ്. പോസ്റ്റ് വാർ സിനിമ എന്നുള്ളത് ഫിലിം മേക്കേഴ്സിന് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ആഫ്റ്റർ മാത്ത് ഓഫ് വാർ, സൊസൈറ്റൽ ചേഞ്ചസ്, പേഴ്സണൽ സ്ട്രഗിൾസ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ജോണറിൽ നിന്നും മൂവ് ചെയ്യുകയും അതുപോലെ തന്നെ റിയലിസം, ഒതൻറ്റിസിറ്റിയിലൊക്കെ ഫോക്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു പീരീഡിൽ നമുക്ക് കാണുന്ന മറ്റൊരു എമർജൻസി എന്നുള്ളത് ഓട്ടോർ തിയറിയുടെ എമർജൻസി ആയിരുന്നു. ഡയറക്ടേഴ്സ് ബിഗൻ ടു അസേർട്ട് ദർ ഇൻഡിവിജ്വൽ വിഷൻ ആൻഡ് സ്റ്റൈൽ ഇൻ ദർ വർക്ക്. ഡയറക്ടേഴ്സ് എന്തിനു വേണ്ടി തുടങ്ങി? അവരുടെ വർക്കിൽ സ്റ്റൈലും ഇൻഡിവിജ്വൽ വിഷനൊക്കെ അസേർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ലീഡിങ് ടു എ ഫോക്കസ് ഓൺ ദ ഡയറക്ടേഴ്സ് യുണീക്ക് പെർസ്പെക്റ്റീവ്. ഡയറക്ടേഴ്സിൻ്റെ യുണീക്ക് പെർസ്പെക്റ്റീവിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പോസ്റ്റ് വാർ സിനിമയിലുള്ള മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് മൂമെൻ്റ് എന്നുള്ളത് ഇറ്റാലിയൻ നിയോ റിയലിസമാണ്. ഈ ഒരു നിയോ റിയലിസത്തിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത് ഇറ്റാലിയൻ സ്റ്റേറ്റ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡാണ്. അമേരിക്കൻ സിനിമയിൽ പോസ്റ്റ് വാർ പീരീഡ് കണ്ടിട്ടുള്ള മറ്റൊരു റൈസ് എന്നുള്ളത് സോഷ്യൽ കോൺഷ്യസ്നസ് സൈക്കിളാണ്. ഈ ഒരു സോഷ്യൽ കോൺഷ്യസ്നസ് സൈക്കിൾ അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളത് ടു ഡീൽ റിയലിസ്റ്റിക്കലി വിത്ത് ഇഷ്യൂസ് ലൈക്ക് റേസിസം, ആൽക്കഹോളിസം ആൻഡ് മെൻ്റൽ ഇൽനെസ് വിത്ത് ഫിലിംസ് ലൈക്ക് ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ആൻഡ് ദ സ്നേക്ക് പിറ്റ്. ഈ ഒരു പോസ്റ്റ് വാർ പീരീഡ് എന്നുള്ളത് ഓൾസോ സേ ദ എമർജൻസ് ഓഫ് ഫിലിം നോയർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡാർക്ക് ഫെറ്റാലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് കണ്ടംപററി അമേരിക്കൻ റിയാലിറ്റി വിത്ത് ഫിലിംസ് ലൈക്ക് ദ പോസ്റ്റ്മാൻ ഓൾവേസ് റിങ്സ് ട്വൈസ് ആൻഡ് ദ ലേഡി ഫ്രം ഷങ്കായി. പോസ്റ്റ് വാർ സിനിമ എന്നുള്ളത് ജനറലി എംബസൈസ് ചെയ്യുന്നുള്ളത് റിയലിസവും അതുപോലെ തന്നെ ഒതൻറ്റിസിറ്റിയാണ്. മൂവിങ് അവേ ഫ്രം ദ സ്പെക്ടേക്കിൾ ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ് ഓഫ് ഏർലിയർ ഹോളിവുഡ് ഫിലിംസ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ദ റൈസ് ഓഫ് ഇൻ്റർനാഷണൽ സിനിമ റൈസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. വിത്ത് ഫിലിം മേക്കേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സായിട്ട് ഇൻ്റർനാഷണൽ സിനിമയാണ് കാണാൻ പറ്റിയത്. അവർ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് യുണീക്ക് പെർസ്പെക്റ്റീവ്സും സ്റ്റൈൽസൊക്കെയാണ് ഈ ഒരു ഫിലിം മേക്കേഴ്സ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരുന്നത്. ട്രാൻസിഷണൽ പീരീഡ് എന്നുള്ളത് ടിപ്പിക്കലി റെഫർ ചെയ്യുന്നുള്ളത് ഷിഫ്റ്റ് ഫ്രം ദ സൈലൻറ്റ് ഫിലിം ഇറ ടു ദ ടോക്കീസ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ടു സിനിമ. ഇത് സംഭവിച്ചിട്ടുള്ളത് 1920-ലാണ്. ഈ ഒരു സൈലൻ്റ് ഇറ എന്നുള്ളത് സൗണ്ട് വരുന്നതിന് മുമ്പ് ഫിലിമൊക്കെ എൻ്റയർലി വിഷ്വലായിരുന്നു. അതുപോലെ തന്നെ ഓൺ സ്ക്രീൻ ആക്ഷനെയാണ് റിലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സബ് ടൈറ്റിൽസിനെയും മ്യൂസിക്കൽ അക്കമ്പനിമെൻറ്റിനൊക്കെയാണ് നെറേറ്റീവ്സ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സിഗ്നറൈസർ സൗണ്ട് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് ഫിലിംസ് ലൈക്ക് ദ ജാസ് സിംഗറിലൂടെയാണ്. ഈ ഒരു ഫിലിം എന്നുള്ളത് മാർക്കിങ് എ സിഗ്നിഫിക്കൻറ്റ് ടെക്നോളജിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഷിഫ്റ്റ് ഇൻ ഫിലിം മേക്കിംഗ്. സൗണ്ടിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എന്നുള്ളത് പ്രസൻറ്റഡ് വാരിയസ് ചലഞ്ചസ്. ഒരുപാട് ചലഞ്ചസാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂ എക്യുപ്മെൻറ്റ്സും മൈക്രോഫോൺസും സൗണ്ട് പ്രൂഫിംഗ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയല്ലോ. അതിൻ്റെയൊക്കെ ആവശ്യം വന്നു എന്നതൊക്കെയാണ് ചലഞ്ചസ് എന്ന് പറയുന്നത്. ഫിലിം മേക്കേഴ്സ് അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റൈലും ടെക്നിക്സും. എന്തിനെന്ന് വെച്ചാൽ ഇൻകോപ്പറേറ്റ് ഡയലോഗ് ആൻഡ് സൗണ്ട് എഫക്ട്സ് എഫക്റ്റീവ്ലി. അതിനു വേണ്ടിയിട്ട് ഫിലിം മേക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റൈലും ടെക്നിക്സൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പീരീഡിൽ കാണുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് സ്റ്റുഡിയോ സിസ്റ്റത്തിൻ്റെ റൈസ് എന്നുള്ളത്. മേജർ സ്റ്റുഡിയോസും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എക്സിബിഷൻ ഓഫ് ഫിലിംസൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു. ഈ ഒരു ടൈം എന്നുള്ളത് ടൈം ഓഫ് സിഗ്നിഫിക്കൻറ്റ് ടെക്നോളജിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഇവല്യൂഷൻ ഇൻക്ലൂഡിങ് ദ റൈസ് ഓഫ് സൗണ്ട്. ഫിലിം സ്റ്റഡീസിലുള്ള ആ ഒരു കണ്ടംപററി പീരീഡ് എന്നുള്ളത് ലേറ്റ് 20th സെഞ്ച്വറിയിലാണ് ഈ ഒരു കണ്ടംപററി പീരീഡ് എന്നുള്ളത് ക്യാരക്ടറൈസ് ചെയ്യുന്നുള്ളത് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഡിവേഴ്സ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, അതുപോലെ തന്നെ ഗ്ലോബൽ നറേറ്റീവ്സിനും അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് എന്നുള്ളത് ഹാസ് റെവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ അലോയിങ് ഫോർ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ഈ ഒരു റൈസ് ഓഫ് സ്ട്രീമിംഗ് സർവീസ് എന്നുള്ളത് ട്രാൻസ്ഫോംഡ് ഹൗ ഫിലിംസ് ആർ കൺസ്യൂംഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, ഇമ്പാക്റ്റിംഗ് ദ ഇൻഡസ്ട്രി ലാൻഡ്സ്കേപ്പ്. കണ്ടംപററി സിനിമ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് വൈഡർ റേഞ്ച് ഓഫ് വോയിസസും പെർസ്പെക്റ്റീവ്സാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ നറേറ്റീവ്സും മൾട്ടി കൾച്ചറൽ തീംസൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് കണ്ടംപററി സിനിമാസ്. അതുപോലെ തന്നെ ഫിലിം തിയറി നൗ എക്സാമിൻസ് വേർ ആൻഡ് ഹൗ വി എൻകൗണ്ടർ സിനിമ. എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സ്പെക്ടാറ്റർഷിപ്പും അതുപോലെ തന്നെ കളക്റ്റീവ് എക്സ്പീരിയൻസൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഫിലിംസ് എബിലിറ്റി ടു ഇവോക്ക് ഇമോഷൻസ്, പ്രൊവോക്ക് തോട്ട് ആൻഡ് ഇൻസ്പയർ ആക്ഷൻ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു ഫിലിമിൻ്റെ ഇമോഷൻസ് ഇവോക്ക് ചെയ്യാനോ അതുപോലെ തന്നെ തോട്ട് പ്രൊവോക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ആക്ഷൻ ഇൻസ്പയർ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി എന്നുള്ളത് കൾച്ചറൽ ഡെവലപ്മെൻറ്റിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ്, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ എബിലിറ്റി എന്നുള്ളത്. ഹോളിവുഡ് സ്റ്റുഡിയോ സിസ്റ്റം എന്നുള്ളത് വാസ് എ ബിസിനസ് മോഡൽ ഡോമിനൻ്റ് ഇൻ ദ ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ്. where major studios control all aspects of filmmaking from production and distribution to exhibition, പലപ്പോഴും employing personnel under long-term contracts. മേജർ സ്റ്റുഡിയോസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ദർ ഓൺ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് തിയേറ്റേഴ്സ്, അലോയിങ് ദം ടു എക്സേർട്ട് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓവർ ദ എൻറ്റയർ ഫിലിം മേക്കിംഗ് പ്രോസസ്. Studios employed actors, directors, writers and other crew members under long-term contracts, creating a workforce that was essentially a factory of talent. ഈ ഒരു സ്റ്റുഡിയോ സിസ്റ്റം എന്നുള്ളത് ഫോസ്റ്റേഡ് ചെയ്യുന്നുള്ളത് സ്റ്റാർ സിസ്റ്റമാണ്. ഒരു സ്റ്റുഡിയോസ് പ്രൊമോട്ടഡ് ആൻഡ് മാർക്കറ്റ് സ്പെസിഫിക് ആക്ടേഴ്സിനെയാണ് പ്രൊമോട്ടും മാർക്കറ്റും ചെയ്യുന്നുള്ളത്. ക്രിയേറ്റിംഗ് എ ഡിമാൻഡ് ഫോർ ദർ ഫിലിംസ്, അവരുടെ ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻഷുറിങ് കൺസിസ്റ്റൻ്റ് റവന്യൂ നൽകുന്നുണ്ട്. സ്റ്റുഡിയോ എന്നുള്ളത് പലപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത് സ്പെസിഫിക് ഷോണേഴ്സ്, ടൈപ്സ് ഓഫ് ഫിലിംസ്, അതുപോലെ തന്നെ റെക്കഗ്നൈസബിൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർ ഓഡിയൻസിനെ അപ്പീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റുഡിയോസ് എന്നുള്ളത് വുഡ് സെൽ ബ്ലോക്സ് ടു ഫിലിംസ് ടു തിയേറ്റേഴ്സ്, പലപ്പോഴും ഇൻക്ലൂഡിംഗ് ലെസ് പോപ്പുലർ ഫിലിംസ് അലോങ് സൈഡ് മേജർ റിലീസസ്, എൻഷുറിംഗ് ദാറ്റ് തിയേറ്റേഴ്സ് വുഡ് സ്ക്രീൻ ദർ എൻറ്റയർ സ്ലൈറ്റ്. പവർഫുൾ സ്റ്റുഡിയോ എക്സിക്യൂട്ടീവ്സിനെ മൊഗുൾസ് എന്ന് പറയുന്നു. ഈ ഒരു മൊഗുൾസാണ് ആ ഒരു ഇൻഡസ്ട്രീനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുള്ളത് ഇൻഡസ്ട്രീൻ്റെ മുകളിൽ. അവരാണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് സിനിമ റിലീസാക്കണം, ആരൊക്കെ ആ ഫിലിമിൽ വർക്ക് ചെയ്യണം, എങ്ങനെയുള്ള ഫിലിം മെയ്ഡ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു പവർഫുൾ സ്റ്റുഡിയോ എക്സിക്യൂട്ടീവ്സായ മൊഗുൾസ് ആയിരിക്കും. ഈ ഒരു സ്റ്റുഡിയോ സിസ്റ്റം എന്നുള്ളത് ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡിൻ്റെ സമയത്താണ് ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് മോസ്റ്റ് ഐക്കണിക് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫിലിംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ സിസ്റ്റം ഡിക്ലൈൻ ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് 1950, 1960-ലൊക്കെയാണ്. കാരണം ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് ദ റൈസ് ഓഫ് ടെലിവിഷനൊക്കെ വരുന്നതോട് കൂടിയാണ് ഈ ഒരു സ്റ്റുഡിയോ സിസ്റ്റം ഡിക്ലൈൻ ആവുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ട്രസ്റ്റ് ലോ സ്യൂട്ട്സ്, ഇതൊക്കെ കാരണമായിട്ടാണ്. ആൻഡ് ദ ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ക്രിയേറ്റീവ് ഫ്രീഡം ബൈ ഫിലിം മേക്കേഴ്സ് ആൻഡ് ആക്ടേഴ്സ്. ഫിലിം മേക്കേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയൊക്കെ ഫ്രീഡം, ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ ആ ഒരു ഡിമാൻഡൊക്കെ കൂടാൻ തുടങ്ങിയതോടെ ഈ ഒരു സ്റ്റുഡിയോ സിസ്റ്റം എന്നുള്ളത് ഡിക്ലൈൻ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. സ്റ്റാർ സിസ്റ്റം എന്നുള്ളത് റെഫർ ചെയ്യുന്നുള്ളത് ഇൻഡസ്ട്രീൻ്റെ മെത്തഡ് ഓഫ് ക്രിയേറ്റിംഗ്, പ്രൊമോട്ടിങ്, അതുപോലെ തന്നെ ആക്ടേഴ്സിനെ സ്റ്റാറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റാർ സിസ്റ്റത്തിൽ പറയുന്നുള്ളത്. ബട്ട് ഫാൻ സ്റ്റഡീസ് എന്നുള്ളത് എക്സാമിൻ ചെയ്യുന്നുള്ളത് ദ കൾച്ചർ, പ്രാക്ടീസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് ഓഫ് ഫിലിം ഫാൻസ്, ഇതൊക്കെയാണ് ഫാൻ സ്റ്റഡീസ് പറയുന്നുള്ളത്. സ്റ്റാർ സിസ്റ്റം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളത് സ്റ്റുഡിയോസ് യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ആൻഡ് മാർക്കറ്റ് സ്പെസിഫിക് ആക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ എയിം എന്നുള്ളത് ടു ക്രിയേറ്റ് റെക്കഗ്നൈസബിൾ ഫേസസ് ആൻഡ് ബിൽഡ് എ ഫാൻ ബേസ് ടു അട്രാക്ട് ഓഡിയൻസ്. ഒരു ഫാൻ ബേസിലൂടെ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റാർ സിസ്റ്റം എന്നുള്ളത്. ഇതിലൂടെ അവർക്ക് ടിക്കറ്റ് സെയിൽസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊമോട്ടിങ്ങിലൂടെ ടിക്കറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ സിസ്റ്റം ഏർലി 20th century എമേർജ് ചെയ്തു. സ്റ്റുഡിയോസ് പലപ്പോഴും സൈൻഡ് സ്റ്റാർസ് ടു എക്സ്ക്ലൂസീവ് കോൺട്രാക്റ്റ്.
അവർക്ക് അലോ ചെയ്യുന്നുള്ളത് ദം ടു കൺട്രോൾ ദർ പബ്ലിക് ഇമേജ്, അവരുടെ പബ്ലിക് ഇമേജ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഫിലിം റോൾസ് ഡിക്റ്റേറ്റ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു സ്റ്റുഡിയോ അവർക്ക് അലോ ചെയ്യുന്നുള്ളത്. ഈ ഒരു സ്റ്റാർ സിസ്റ്റം എംബസൈസ് ചെയ്യുന്നുള്ളത് ക്രിയേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാർസ് ഇമേജ് വിച്ച് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ത്രോ. ഈ ഒരു സ്റ്റാർ ഇമേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുള്ളത് വാരിയസ് മീഡിയയിലൂടെയും അതുപോലെ തന്നെ വാരിയസ് മീഡിയ ഏതൊക്കെ ഫിലിംസിൽ അതുപോലെ തന്നെ ഫാൻ മാഗസിൻ അഡ്വർടൈസിങ് ഇതിലൊക്കെ കൂടിയിട്ട് ഉള്ള ആ ഒരു സ്റ്റാർ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനും ക്രിയേഷൻ ചെയ്യാനാണ് സ്റ്റാർ സിസ്റ്റം എംബസൈസ് ചെയ്യുന്നുള്ളത്. സ്റ്റാർ സ്റ്റഡീസ് എന്നുള്ളത് എ ഫീൽഡ് വിത്തിൻ ഫിലിം സ്റ്റഡീസ്. എക്സാമിൻ ചെയ്യുന്നതുള്ളത് ഫിനോമിന ഓഫ് സ്റ്റാർഡം. അനലൈസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് സ്റ്റാർസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ഇമേജസ് സർക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ദേ ഇമ്പാക്ട് ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് കൾച്ചർ, ഫിലിം ഇൻഡസ്ട്രിയെയും കൾച്ചറിനെയും അവർ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റാർ സ്റ്റഡീസ് അനലൈസ് ചെയ്യുന്നുള്ളത്. ഇനി ഫാൻ സ്റ്റഡീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈസ് എ ഫീൽഡ് ദാറ്റ് എക്സാമിൻസ് ദ കൾച്ചർ പ്രാക്ടീസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഓഫ് ഫാൻസ്. ഇത് ഫോക്കസ് ചെയ്യുന്നുള്ളത് ഈ ഒരു ഫാൻ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നുള്ളത് ദർ എൻഗേജ്മെൻറ്റ് വിത്ത് മീഡിയ പെർട്ടിക്കുലർലി ഫിലിം ആൻഡ് ടെലിവിഷൻ, ഫിലിമിലൂടെയും ടെലിവിഷനിലൂടെയാണ് അവരുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഫാൻ സ്റ്റഡീസ് ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്നത് ഫാൻ റിസപ്ഷനെയാണ്, പക്ഷേ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത് ഫാൻ കൾച്ചറൽ പ്രൊഡക്ഷനിലാണ്, എസ്പെഷ്യലി ഇൻ ദ ഡിജിറ്റൽ ഏജ്. ഫാൻ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫാൻ കൾച്ചർ ഇൻക്ലൂഡിങ് ഫാൻ കമ്മ്യൂണിറ്റീസ്, ഫാൻ ഫിക്ഷൻ, കോസ്പ്ലേ ആൻഡ് അതർ ഫോംസ് ഓഫ് ഫാൻ ക്രിയേറ്റഡ് കണ്ടൻറ്. ഫാൻ സ്റ്റഡീസ് പലപ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളത് വിത്ത് അതർ ഫീൽഡ് സച്ച് ആസ് മീഡിയ സ്റ്റഡീസ്, കൾച്ചറൽ സ്റ്റഡീസ്, സെലിബ്രിറ്റി സ്റ്റഡീസ്. എക്സാമിൻ ചെയ്യുന്നുള്ളത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാൻസ്, മീഡിയ ആൻഡ് സെലിബ്രിറ്റി കൾച്ചർ. ദ റൈസ് ഓഫ് ഡിജിറ്റൽ മീഡിയ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് ഫാൻ സ്റ്റഡീസ്. ഫാൻ സ്റ്റഡീസിനെ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു ഡിജിറ്റൽ മീഡിയ എന്നുള്ളത്. വിത്ത് ഓൺലൈൻ ഫാൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി കൾച്ചർ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് റിസർച്ച്. ഫിലിം എക്സിബിഷൻ എന്നുള്ളത് ഫിലിം സ്റ്റഡീസിലെ ഒരു കീ എലമെൻ്റാണ്. ഇത് ഇവോൾവ്ഡ് ആയിട്ടുള്ളത് ഫ്രം ഏർലി പബ്ലിക് സ്ക്രീനിങ്സ് ഇൻ ടെമ്പററി വെന്യൂസ് ടു മോഡേൺ സിനിമാറ്റിക് എക്സ്പീരിയൻസസ്. ലൂമിയർ ബ്രദേഴ്സിൻ്റെ 1895 സ്ക്രീനിങ്, പാരീസിലെ ആ ഒരു സ്ക്രീനിങ്ങിലൂടെ ഈ ഒരു സ്ക്രീനിങ് എന്നുള്ളത് ഒരു പൈവറ്റൽ മൊമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിലൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഫിലിം എക്സിബിഷൻ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ലൂമിയർ ബ്രദേഴ്സാണ് ആദ്യമായിട്ട് പാരീസിൽ 1895 പബ്ലിക് സ്ക്രീനിങ് കൊണ്ടുവരുന്നത് യൂസിങ് ദർ സിനിമാറ്റോഗ്രാഫ്, പ്രൊജക്ടർ ആൻഡ് ഫിലിം പ്രിൻ്റർ. ഈസ് കൺസിഡേർഡ് എ കോർണർ സ്റ്റോൺ ഓഫ് ഫിലിം എക്സിബിഷൻ. ഫിലിം എക്സിബിഷൻ്റെ തന്നെ ഒരു കോർണർ സ്റ്റോണായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലൂമിയർ ബ്രദേഴ്സിൻ്റെ പബ്ലിക് സ്ക്രീനിങ് ആണ്. ഇനീഷ്യലി ഫിലിംസ് ഷോ ചെയ്യുന്നുള്ളത് ടെമ്പററി വെന്യൂസ് ലൈക്ക് ഫെയർ ഗ്രൗണ്ട്സ് ആൻഡ് മ്യൂസിക് ഹാൾസ്. തോമസ് എഡിസണിൻ്റെ കൈനറ്റോസ്കോപ്പ് അലോയിങ് ചെയ്യുന്നുള്ളത് വൺ പേഴ്സൺ അറ്റ് എ ടൈം ടു വ്യൂ മൂവിങ് പിക്ചേഴ്സ് ഗെയിൻഡ് കൊമേഴ്ഷ്യൽ സക്സസ് വിത്ത് പബ്ലിക് പാർലേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് അറൗണ്ട് ദ വേൾഡ്. ഏർലി എക്സിബിറ്റേഴ്സ് വർ ഇറ്റിനറൻ്റ് ഷോമെൻ who exploited the novelty of projected moving pictures, screening short films in theatres, churches and public halls. ഫിലിം എക്സ്ചേഞ്ചസ് എമേർജ് ചെയ്യുന്നുണ്ട് 1903. അതുപോലെ തന്നെ റെൻറ്റിങ് മൂവിങ് പിക്ചേഴ്സ്, ക്രിയേറ്റിംഗ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ എക്സിബിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എക്സിബിഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെ ഇടയിലൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ടു സ്റ്റാൻഡർഡൈസ് ദ എമർജിങ് ഫിലിം ഇൻഡസ്ട്രി. ദ എഡിസൺ വിറ്റാസ്കോപ്പ് ബ്രോട്ട് പ്രൊജക്ഷൻ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഒരു പ്രൊജക്ഷൻ ബ്രോട്ട് ചെയ്യാണ് എഡിസൺ വിറ്റസ്കോപ്പ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ദ ഫോർമാറ്റ് ഫോർ അമേരിക്കൻ ഫിലിം എക്സിബിഷൻ ഫോർ സെവറൽ ഇയേഴ്സായിട്ട് അമേരിക്കൻ ഫിലിം എക്സിബിഷനുള്ള ഫോർമാറ്റ് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഫിലിം എക്സിബിഷൻ എന്നുള്ളത് ഹാസ് ഇവോൾവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി മൂവിങ് ഫ്രം ഏർലി ഷോർട്ട് ഫിലിംസ് ടു ഫ്യൂച്ചർ ലെങ്ത് നറേറ്റീവ്സ്. ഏർലി ഷോർട്ട് ഫിലിമിൽ നിന്നും ഫ്യൂച്ചർ ലെങ്ത് നറേറ്റീവ്സിലേക്കുള്ള ഒരു മൂവാണ് ഈ ഒരു ഫിലിം എക്സിബിഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ സ്മോൾ വെന്യൂസിൽ നിന്ന് ലാർജ് മൾട്ടിപ്ലക്സിലൊക്കെ ഉള്ള ആ ഒരു മൂവിങ് ആണ് ഈ ഒരു ഫിലിം എക്സിബിഷൻ എന്നുള്ളത്. ഫിലിം എക്സിബിഷൻ ഹാസ് എ മേജർ ഇൻഫ്ലുവൻസ് ഓൺ എ മൂവി സക്സസ്. ഒരു മൂവീൻ്റെ വിജയത്തിൽ മേജർ ഇൻഫ്ലുവൻസ് ഫിലിം എക്സിബിഷൻ ഉണ്ട്. അതുപോലെ തന്നെ എത്ര ജനങ്ങൾ കാണണമെന്നത് ഈ ഒരു ഫിലിം എക്സിബിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് മണി ഇറ്റ് മേക്സ്, എത്ര പൈസ അതിന് ലഭിക്കും എന്നുള്ളതും
ആൻഡ് ഹൗ വെൽ ഇറ്റ് ഈസ് റിസീവ്ഡ്, എങ്ങനെയൊക്കെയാണ് റിസീവ് ചെയ്യുന്നത്, ആൾക്കാരിലേക്ക് റിസീവ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫിലിം എക്സിബിഷനിലൂടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇന്ന് ഈ ഒരു ഫിലിം എക്സിബിഷൻ എന്നുള്ളത് ഇൻക്ലൂഡ്സ് തിയേറ്ററിക്കൽ റിലീസസ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഫിലിം ഫെസ്റ്റിവൽസ്. ഇതൊക്കെ ഓഫർ ചെയ്യുന്നുള്ളത് ഡിവേഴ്സ് വേസ് ഫോർ ഓഡിയൻസ് ടു എക്സ്പീരിയൻസ് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ഓഡിയൻസിനുള്ള ഡിവേഴ്സ് വേസ് ഒക്കെയാണ് ഈ ഒരു ഫിലിം എക്സിബിഷനിലൂടെ ഇന്ന് ഓഫർ ചെയ്യുന്നുള്ളത്. റൈസ് ഓഫ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഒക്കെ altered the film industry, impacting distribution, exhibition, audience engagement. ഇതൊരു ലീഡിങ് ചെയ്യുന്നുള്ളത്, ഈ ഒരു നെറ്റ്ഫ്ലിക്സ് ലീഡ് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ തിയേറ്ററിക്കൽ റിലീസിൽ നിന്ന് ഹോം വ്യൂയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഈ ഒരു നെറ്റ്ഫ്ലിക്സ് ഇതിലൂടെ ലീഡ് ചെയ്യുന്നുള്ളത്. സ്ട്രീമിംഗ് സർവീസസ് ലെഡ് ചെയ്യുന്നുള്ളത് മൂവി തിയേറ്റർ അറ്റൻഡൻസ് കുറയാൻ വേണ്ടിയിട്ട് കാരണമാണ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ് ഒക്കെ ബിക്കം മേജർ പ്ലെയേഴ്സ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രിയിലെ മേജർ പ്ലെയേഴ്സാണ് ഈ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ. ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ഒറിജിനൽ കണ്ടൻറ് ആൻഡ് അക്വയറിംഗ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ടു ഫിലിംസ്. ട്രഡീഷണൽ തിയേറ്ററിക്കൽ റിലീസിനേക്കാൾ കൂടുതൽ ഈ ഒരു സ്ട്രീമിംഗ് സർവീസിലൂടെ ഫിലിം മേക്കേഴ്സിന് വൈഡർ ഓഡിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്നാണ് പറയുന്നുള്ളത്. മൂവി തിയേറ്റേഴ്സ് അഡാപ്റ്റ് ചെയ്യുന്നുള്ളത് ടു ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ബൈ ഓഫറിംഗ് പ്രീമിയം എക്സ്പീരിയൻസസ്, ഡിവേഴ്സ് കണ്ടൻറ് ആൻഡ് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ടു അട്രാക്ട് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സും ഡിവേഴ്സ് കണ്ടൻറ്റും പ്രീമിയം എക്സ്പീരിയൻസും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് മൂവി തിയേറ്റേഴ്സ്. The relationship between streaming and theatres is still evolving, and both may find ways to coexist by serving different audience needs. ഡിഫറെൻ്റ് ഓഡിയൻസ് നീഡ്സ് അനുസരിച്ച് അവർ ഈ ഒരു സ്ട്രീമിങ്ങും തിയേറ്റേഴ്സൊക്കെ സെർവ് ചെയ്യാണ്. ഈ ഒരു ഷിഫ്റ്റ് ടു സ്ട്രീമിംഗ് ഹാസ് ചേഞ്ച്ഡ് ഹൗ ഓഡിയൻസ് എക്സ്പീരിയൻസസ് ഫിലിമിനെ ഓഡിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു രീതി എന്നുള്ളത് ഈ ഒരു സ്ട്രീമിങ്ങിലൂടെ ചേഞ്ച് ആയിട്ടുണ്ട്. ദ ഡിക്ലൈൻ ഇൻ തിയേറ്ററിക്കൽ റവന്യൂ എന്നുള്ളത് ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഇംപ്ലിക്കേഷനാണ് ഈ ഒരു തിയേറ്ററിക്കൽ റവന്യൂ ഡിക്ലൈൻ ആവുക എന്നുള്ളത്. ഫ്രം പ്രൊഡക്ഷൻ ടു എക്സിബിഷൻ, ആസ് സ്റ്റുഡിയോ റീഇവാലുവേറ്റ് ദർ സ്ട്രാറ്റജീസ്. സ്റ്റുഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്ട്രാറ്റജീസ് റീഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ദ സിനിമ എന്നുള്ള ഈ ഫിലിം സ്റ്റഡീസിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.